ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഒരു മാംഗോ ഷേക്ക് ഉണ്ടാക്കിയാലോ. അപ്പോൾ ഞാൻ അതിനായിട്ട് ഒരു മാമ്പഴം കുറച്ച് വലിയ പീസസായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്, കുറച്ച് തീരെ ചെറിയ പീസസായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി വലിയ പീസസായിട്ട് മുറിച്ച് വെച്ചിരിക്കുന്ന മാമ്പഴം നമുക്ക് ഒരു മിക്സിയിലേക്കോ ബ്ലെൻഡറിലേക്കോ ഇട്ട് ഒന്ന് പാല് ചേർത്ത് അടിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിതിലേക്ക് ഇപ്പോൾ ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ ചെറിയ പീസസായിട്ട് മാറ്റി വെച്ചിരിക്കുന്നത് നമ്മളിപ്പോൾ എടുക്കുന്നില്ല. അപ്പം നമുക്കിതൊന്ന് കുറച്ച് പാലൊഴിച്ച് ബ്ലെൻഡ് ചെയ്തെടുക്കാം. പാല് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് എടുക്കാം. എന്തോരം ഷേക്കിന് എന്തോരം കട്ടി വേണമെന്നുള്ളതനുസരിച്ച് നമുക്ക് കൂടുതൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഒരു ഗ്ലാസ് പാലൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊരു മാമ്പഴമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പം ഞാനിതിലേക്ക് 4 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും മാമ്പഴത്തിൻ്റെ മധുരം അനുസരിച്ച് നിങ്ങൾക്ക് കൂടുതലോ കുറവോ ഒക്കെ ആയിട്ട് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ ഞാനിതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുകയാണ്. ഇനി ജസ്റ്റ് മിക്സിയിലൊന്ന് അടിച്ചെടുത്താലും മതി. ഇനിയിപ്പോൾ ഞാൻ ഇത് കസ്കസ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇത് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ് മുമ്പ് ഇട്ട് വെച്ചാൽ മതി. ഇനി ഞാനിതിലേക്ക് കുറച്ച് ചോക്ലേറ്റ് സിറപ്പ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു സ്പൂൺ വെച്ച് ജസ്റ്റ് മുകളിൽ നിന്നൊന്ന് ചുറ്റും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഇനി ഞാനിതിലേക്ക് നമ്മൾ ഷേക്ക് അടിച്ച് വെച്ചിരിക്കുന്നത് ഒഴിച്ചു കൊടുക്കുകയാണ്. അതൊരു ഗ്ലാസിൻ്റെ പകുതി വരെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ എന്നിട്ട് കസ്കസ് ഇട്ട് കൊടുക്കും. ഇപ്പം ഞാൻ പകുതി മാംഗോ ഷേക്ക് ഒഴിച്ചു കൊടുത്തു. അതിൻ്റെ മുകളിലായിട്ട് കസ്കസ് ഇട്ട് കൊടുക്കുകയാണ്. ഈ കസ്കസിൻ്റെ മുകളിൽ നമ്മൾ ചെറിയ പീസസായിട്ട് മുറിച്ച് വെച്ചിരിക്കുന്ന മാമ്പഴം ഉണ്ടല്ലോ, അത് ഞാൻ അതിൻ്റെ പകുതി ഇട്ട് കൊടുക്കും. ബാക്കി ലാസ്റ്റ് നമ്മൾ ഏറ്റവും മുകളിലായിട്ട് വെച്ച് കൊടുത്താൽ മതി. അപ്പം ഞാൻ കസ്കസ് ഇവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് ഈ മാംഗോയുടെ പീസസ് ഇട്ട് കൊടുക്കാൻ പോവാണ്. മുഴുവനല്ല, പകുതി എടുക്കുന്നുള്ളൂ. ഇപ്പം ഇനി ബാക്കി ഷേക്ക് കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഞാനിവിടെ കുറച്ച് ഐസ്ക്രീം ഇതിൻ്റെ മുകളിൽ വയ്ക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ ഐസ്ക്രീം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ ബനാനയും മിൽക്കും പിന്നെ വാനില എസൻസും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സിയിൽ അടിച്ചെടുത്ത ശേഷം ഫ്രീസറിൽ വെച്ചെടുത്തതാണ്. ഐസ്ക്രീം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം, ഐസ്ക്രീമിന് പകരമായിട്ട് ഉപയോഗിക്കാം. അപ്പം ഞാൻ അതിൻ്റെ മുകളിൽ കുറച്ച് മാമ്പഴവും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, ചെറിയ പീസസ്. ഇപ്പം നമ്മുടെ മാംഗോ ഷേക്ക് റെഡി ആയിട്ടുണ്ട്. സമ്മറിലൊക്കെ കഴിക്കാൻ പറ്റിയൊരു ഡ്രിങ്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീണ്ടും കാണാം. ബൈ ബൈ.